നമസ്കാരം. 1925 വിജയദശമി ദിനത്തിലാണ് ഡോക്ടർ കേശവ് ബിലറാം ഹെഡ്ഗേവാർ എന്ന് പറയുന്ന വ്യക്തി, മഹനീയ വ്യക്തി, രാജ്യത്ത് RSS എന്ന് പറയുന്ന സംഘടന രൂപീകരിക്കുന്നത്. RSSന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്ന സമയത്ത് ഒരുപാട് പ്രതിസന്ധികളും ഒരുപാട് വിഷയങ്ങളും നേരിട്ട് രാജ്യം എന്നുള്ള ഒരു ഒറ്റ കാഴ്ചപ്പാടോട് കൂടി മാത്രം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രവർത്തകരെ സൃഷ്ടിച്ചുകൊണ്ട്, ദേശീയവാദികളായിട്ടുള്ള യുവജനങ്ങളെ സൃഷ്ടിച്ചുകൊണ്ട് സംഘടന മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോ അടുത്ത വർഷം 2025 RSSന്റെ 100ാം വാർഷികം വരികയാണ്. ഈ RSSന്റെ 100ാം വാർഷികം സർസംഘചാലകനെ കൊണ്ട് കാണിക്കില്ല എന്നുള്ള വാശിയിലാണ് ലോകത്തുള്ള പല ഇസ്ലാമിക ഭീകരവാദ സംഘടനകളും. പേരെടുത്ത് പറഞ്ഞാൽ ISIS, ലഷ്കർ ഇ ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ഇന്ത്യൻ മുജാഹിദീൻ, സിമി, പിന്നെ നിരോധിക്കപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിന്റെയൊക്കെ കുറെ ഈ രാജ്യവിരുദ്ധ നിലപാടുള്ള കുറെ തീവ്രവാദികൾ എല്ലാവരും കൂടിയിട്ട് ഇപ്പൊ ചെയ്യാൻ പോകുന്നത് സർസംഘചാലകനെ അങ്ങോട്ട് ഇല്ലായ്മ ചെയ്ത് കളയാം. ഇതാണ് ഈ സർസംഘചാലകനെ ഞങ്ങൾ കാണിക്കില്ല, RSSന്റെ 100ാമത്തെ വാർഷികം എന്നുള്ള രീതിയിലേക്കുള്ള നിലപാടെടുത്തുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടെന്നാണ് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകൾ. അപ്പോ ഈ സമയത്ത് സർസംഘചാലക് എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഐക്യത്തിന്, അഖണ്ഡതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ ഏറ്റവും തലമുത്ത നേതാവാണ്, അല്ലെങ്കിൽ കാര്യകർത്താവാണ്. അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഓരോ ദിവസവും നമ്മൾ കാണുന്നുണ്ട്. പല പല പ്രോഗ്രാമുകളിൽ അദ്ദേഹം പങ്കെടുക്കുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ ഒരു BJPക്ക് പ്രത്യേക പരിഗണനയൊന്നുമില്ല ഞങ്ങളുടെ അടുത്തുനിന്ന്. എല്ലാവരും സമന്മാരാണ്. അതോടൊപ്പം പ്രതിപക്ഷത്തെ ശത്രുവായിട്ട് കാണേണ്ടതില്ല എന്ന് പോലും മോഹൻ ഭാഗവത് പറഞ്ഞ നിലപാടുകളൊക്കെ തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ടതാണ്. അപ്പൊ അത്രത്തോളം വലിയ രീതിയിലുള്ള കാഴ്ചപ്പാടോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ കാര്യകർത്ത. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു നിലപാടുകളൊക്കെ ദിനം പ്രതി ഈ സംഘടനയുടെ വളർച്ച വലിയ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ സർസംഘചാലകനെ ഇല്ലായ്മ ചെയ്യുക, കൊന്നുകളയുക എന്നുള്ള നിലപാടാണ് ഈ പറയുന്ന ISIS അടക്കമുള്ള ഭീകരവാദ സംഘടനകൾക്ക്. കൂട്ടത്തിൽ പോപ്പുലർ ഫ്രണ്ട് ഒക്കെ നിരോധിച്ചതോടുകൂടി RSSന്റെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് ചെയ്യുന്നതെന്നാണ് ഇവന്മാരൊക്കെ ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആണെങ്കിലും വളരെ നല്ല കാര്യം എന്ന് മാത്രമേ രാജ്യസ്നേഹികൾക്ക് പറയാനുള്ളൂ. ഭീകരവാദികൾ രാജ്യത്തിന് ദോഷമാണല്ലോ. ഭീകരവാദികളല്ലേ നിരോധിച്ചിരിക്കുന്നത്. ഭീകരവാദികളെ നിരോധിക്കാൻ RSS ഒരു നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ അത് 100%, 101% സ്വീകാര്യമായിട്ടുള്ള കാര്യമാണ് നമ്മളെ പോലെയുള്ള രാജ്യസ്നേഹികൾക്ക്. ഇപ്പോ ഈ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും സമാനമായിട്ടുള്ള ഒരു സെക്യൂരിറ്റി, സുരക്ഷാ സംവിധാനത്തിലേക്ക് ഇപ്പോ സർസംഘചാലകരെ കൂടി മാറ്റിയിരിക്കുന്നു. സാധാരണ Z+ കാറ്റഗറിയാണ് ഉണ്ടായിരുന്നത്. അത് രാജ്യത്തെ പല VIP-കൾക്കും ഈ ഒരു സുരക്ഷാ സംവിധാനമുണ്ട്. അപ്പൊ ഇത് CISF ആണ് ഈ ഒരു സുരക്ഷാ സംവിധാനമൊക്കെ നേരിട്ട് ഏറ്റെടുക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും ലഭിക്കുന്ന ആ പ്രത്യേക സുരക്ഷ അതിന് ഒരു പ്രത്യേക അഡ്വാൻസ് സെക്യൂരിറ്റി ലൈസൻ കാറ്റഗറി ഈ സംവിധാനത്തിൽ ഈ പറയുന്ന സർസംഘചാലകനെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭീകരവാദികൾ ആക്രമിക്കും എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഇതിനു മുന്നും സർസംഘചാലകനെ എതിരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ നമ്മളെല്ലാവരും ഇത് ചിന്തിക്കേണ്ടത്, ഇങ്ങനെയൊക്കെ ആരെങ്കിലും ഒരു ഭീഷണിയുടെ പുറത്ത് രാജ്യത്ത് എന്തെങ്കിലുമൊക്കെ നടക്കുമോ എന്നുള്ളത്. വർഷങ്ങൾക്ക് മുന്നേ വെച്ചാൽ 2014 നരേന്ദ്രമോദിയെ BJP പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കിയ സമയത്ത് ഇതുപോലെ തന്നെ കേന്ദ്ര ഇന്റലിജൻസിന്റെയും അതോടൊപ്പം തന്നെ ആർമി ഇന്റലിജൻസിന്റെയും ഒരു റിപ്പോർട്ട് ഉണ്ടായിരുന്നു. നരേന്ദ്രമോദിയെ വധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള നീക്കം ഇന്ത്യൻ മുജാഹിദീന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരുകളും നിലപാടെടുക്കണം. സംസ്ഥാന സർക്കാരുകൾ നിലപാടെടുക്കുക എന്ന് പറഞ്ഞാൽ ആ സമയത്ത് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കി പ്രഖ്യാപിച്ച സമയത്ത് 400ഓളം റാലികളാണ് രാജ്യത്ത് മോദിജി നടത്തിയത്. അപ്പൊ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഇതിൽ വലിയ ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന വെച്ചാൽ രാജ്യത്തൊരു ഭരണമാറ്റത്തിലേക്ക് ഒരു തരംഗം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ആ സമയത്ത് നരേന്ദ്രമോദി ചെയ്തത്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഒറ്റക്ക് 283 എന്ന് പറയുന്ന സീറ്റിലേക്ക് എത്തി. പ്രത്യേകിച്ച് ഉത്തർപ്രദേശും ബീഹാറൊക്കെ അല്ലെങ്കിൽ മഹാരാഷ്ട്രയൊക്കെ വലിയ ഭൂരിപക്ഷത്തിൽ BJPക്ക് വിജയിക്കാൻ സാധിച്ചു. ബീഹാറിലൊക്കെ വിജയം ചരിത്രപരമായിരുന്നു. അതുപോലെ തന്നെ ഈ പറയുന്ന ഉത്തർപ്രദേശിലൊക്കെ 73 സീറ്റുകളാണ് BJP നേടിയത്. അപ്പൊ ഇത്രത്തോളം വലിയ ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആ സമയത്ത് നരേന്ദ്രമോദിക്കും BJPക്കും സാധിച്ചു. അപ്പൊ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഭീകരവാദികൾ ഒരു കാര്യം നിശ്ചയിച്ചത്, നരേന്ദ്രമോദി അങ്ങോട്ട് വകവരുത്തി കളയുക. ഇതിനായിട്ട് അവർ ലക്ഷ്യം വെച്ചു. ആ ലക്ഷ്യം വെച്ചത് ബീഹാറിലെ പട്നയിൽ BJP മുന്നോട്ട് വെച്ച 8 ലക്ഷം പ്രവർത്തകരുടെ മഹാറാലിയായിരുന്നു. ഈ മഹാറാലിക്ക് നേരെ ഇതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദ്,
ക്ഷമിക്കണം, ഇന്ത്യൻ മുജാഹിദീൻ ഒരു ആക്രമണം നടത്തി. ഇന്ത്യൻ മുജാഹിദീൻ ആക്രമണം നടത്തിയിട്ട് 80ഓളം BJP-യുടെ പ്രവർത്തകർക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുകയും 7ഓളം BJP പ്രവർത്തകർ മരണപ്പെടുകയും ചെയ്ത ഒരു ആക്രമണമായിരുന്നു. നരേന്ദ്രമോദി വരുന്നതിന് തൊട്ട് മുന്നോടിയായിട്ടായിരുന്നു ഇങ്ങനെ ഒരു ആക്രമണം അവിടെ നടന്നത്. അപ്പൊ ഇതിൽ ആർക്കാണ് സുരക്ഷ വീഴ്ച സംഭവിച്ചത്? അന്ന് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായിരുന്ന നിതീഷ് കുമാർ, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന്, അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന് പറയുമ്പോൾ ഇത് കേവലം ഒരു ആരോപണം മാത്രമാണ് എന്നുള്ള രീതിയിലേക്ക് തള്ളിക്കളയുക എന്നുള്ളൊരു ശീലം നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ ഇതൊരിക്കലും ഒരു ആരോപണമല്ല, യാഥാർത്ഥ്യം നടന്ന കാര്യമാണ്. നരേന്ദ്രമോദി ആ സമയത്ത് ഈ ഭീകരവാദികളുടെ ആക്രമണത്തിൽ കൊല ചെയ്യപ്പെട്ടിരുന്ന എന്തായേനെ നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ എന്നുകൂടി നമ്മളൊന്ന് ചിന്തിച്ചു നോക്കണ്ടേ. അതിനുശേഷവും NIA പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കുന്ന സമയത്ത് കോടതിയിൽ സമർപ്പിച്ച NIA-യുടെ ലിസ്റ്റിൽ നരേന്ദ്രമോദിയെ വധിക്കാൻ വേണ്ടി നമ്മുടെ ബീഹാറിൽ വെച്ച് ഒരിക്കൽ കൂടി അവര് ഗൂഢാലോചന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകർ നടത്തി എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഭീകരവാദികളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് നരേന്ദ്രമോദിയാണെന്നും നരേന്ദ്രമോദിക്കൊക്കെ വലിയ രീതിയിൽ ഊർജ്ജമാകുന്ന RSSന്റെ സർസംഘചാലകിനെ വധിച്ചു കളയുക എന്നുള്ള നിലപാട് കൂടി ഈ പറയുന്ന ഭീകരവാദ സംഘടനകൾക്ക് ഇവിടെ ഉണ്ട്. അതിലൊരു തർക്കമില്ല. ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ച് ഇരുന്നാൽ മതി. ഒരു സ്വയം സേവകനെ സംബന്ധിച്ച് ഇന്ത്യ ചൈന യുദ്ധം 1964 വന്ന സമയത്ത് RSSന്റെ നിർദ്ദേശപ്രകാരം ചൈനയ്ക്ക് എതിരെ യുദ്ധം ചെയ്യുന്ന ഇന്ത്യൻ സൈനികർക്ക് കൃത്യമായിട്ട് ഭക്ഷണവും വെള്ളവും എത്തിച്ചു നൽകാൻ വേണ്ടി ഒരു പ്രതിരോധ ഒരു സംവിധാനങ്ങളും ഇല്ലാതെ കൃത്യമായിട്ട് സംഘടന പറയുന്ന കാര്യങ്ങൾ മാത്രം നിർദ്ദേശിച്ച് മുന്നോട്ട് പോയിട്ടുള്ള ഒരു സംഘടന. ലക്ഷക്കണക്കിന് ഹൈന്ദവരെ പാകിസ്ഥാൻ വിഭജന സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് തിരിച്ച് ഇന്ത്യയിൽ സുരക്ഷിതമായിട്ട് പാർപ്പിക്കുന്നതിനായിട്ടുള്ള ഒരുപാട് കഠിനമായിട്ടുള്ള പ്രയത്നങ്ങളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സംഘടനയാണ്. ഇന്ത്യ യുദ്ധ സമയത്ത് ചൈനക്കെതിരെ ഇന്ത്യ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കുന്ന സമയത്ത് അവിടെ സൈനികരെ സഹായിച്ചതിന്റെ പേരിൽ RSSനെ ഡൽഹിയിൽ റിപ്പബ്ലിക് ഡേ ദിനത്തിൽ റൂട്ട് മാർച്ചിനായിട്ട് അന്നത്തെ സർക്കാർ വിളിച്ചു എന്നുള്ളതും എല്ലാം ചരിത്രമാണ്. അപ്പോൾ അതുപോലെ ഒരു സംഘടനയാണ് RSSനെ സംബന്ധിച്ചപ്പോൾ ഒരുപാട് പ്രതിരോധങ്ങളും പല വിഷയങ്ങളും നിരോധിക്കപ്പെട്ടിട്ട് പോലും ഉണ്ട് ഈ കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് മുന്നേ. അപ്പോൾ ഇതുപോലെ നിരോധിക്കപ്പെട്ട സമയത്ത് പോലും അതിനെല്ലാം കോടതിയിലൂടെ തങ്ങൾ നിരോധിക്കപ്പെടേണ്ട സംഘടനയല്ല, തങ്ങൾക്കെതിരെ ഗൂഢാലോചന നടത്തുന്ന ആളുകളുടെ കൃത്യമായിട്ടുള്ള പങ്കാളിത്തമെല്ലാം തെളിവ് സഹിതം കോടതിയുടെ മുന്നാകെ വെച്ചിട്ടുള്ള ഒരു സംഘടന. അപ്പോൾ ഈ സംഘടനയെ സംബന്ധിച്ച് വലിയ തരത്തിലുള്ള ഒരു ലക്ഷ്യം, ഈ രാഷ്ട്രത്തെ പരം വൈഭവത്തിലേക്ക് എത്തിക്കുക, ലോകത്തിന്റെ നെറുകയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി ഏത് ISIS ശ്രമിച്ചാലും അതിനെ ഏത് തരത്തിൽ പ്രതിരോധിക്കുക എന്നുള്ള ലക്ഷ്യം അത് കൃത്യമായിട്ട് ഇപ്പൊ കേന്ദ്ര സർക്കാർ ജീവനക്കാര് RSSന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശമൊക്കെ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇവിടുത്തെ മുന്നത്തെ ഭരണാധികാരികൾ കോൺഗ്രസിന്റെ ഭരണാധികാരികൾ ചെയ്തു വെച്ചിരുന്നു. ഇതെല്ലാം കാറ്റിൽ പറത്തി ഇതിനൊക്കെ നശിപ്പിച്ച് കളഞ്ഞുകൊണ്ട് BJP ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഒരു നിലപാട് അല്ലെങ്കിൽ ഒരു ബില്ല് പ്രമേയം പാസ്സാക്കിയിട്ടുണ്ട്. ഇനി RSSൽ പ്രവർത്തിക്കാൻ ഏത് കേന്ദ്ര സർക്കാർ ജീവനക്കാരനും സാധിക്കും എന്നുള്ള രീതിയിലേക്കാണ്. അപ്പോൾ 100ാം വാർഷികത്തിൽ നമ്മുടെ സർസംഘചാലകിനെ 100ാം വാർഷികം കാണിക്കില്ല എന്നുള്ള രീതിയിലേക്ക് നിലപാടെടുക്കുന്ന ഭീകരവാദികൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി കേന്ദ്ര സർക്കാർ തന്നെ കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രിക്കും സമാനമായിട്ടുള്ള സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വന്ദേ മാതരം, ജയ് ശ്രീറാം.